ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കലോത്സവം വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൽ ഇന്ന് കലോത്സവമാണ്. അപ്പോൾ ഞാൻ ഒരുങ്ങിക്കെട്ടി പോവുകയാണ് നമ്മുടെ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ അവിടെയാണ് ഇന്ന് നമ്മുടെ പരിപാടികളെല്ലാം. സോ ഇതാണ് കേട്ടോ നമ്മുടെ സ്കൂള്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 9:45 സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞത്, പക്ഷേ ഉദ്ഘാടനം തുടങ്ങാൻ തന്നെ ഒരുപാട് വൈകിട്ടാണ്. 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10:30 ആയിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം. അതിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണല്ലോ. ഒരു സമയം വെച്ചാൽ അതിൽ നിന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ഏത് പരിപാടിക്ക് പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ വേദി 2 ആണ്, അപ്പോൾ അതിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പിന്നെ മെയിൻ വേദിയിൽ ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങനെയൊക്കെ ഇരുന്നു അവിടെ കുറച്ച് സമയം. കലോത്സവം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബാണ്. അത് വേറെ എവിടെയും കിട്ടില്ല നമ്മൾ. പിന്നെ എനിക്ക് സ്കൂളും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം കലോത്സവമൊക്കെ വരുന്ന സമയത്ത് ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ കലോത്സവം എന്ന് പറയുന്നത് തന്നെ ഒരു ഇമോഷനാണ്. അതിൽ പോയവർക്ക് നല്ല റിലേറ്റബിൾ ആയിരിക്കും ഈ കാര്യം. അപ്പോൾ ഇവിടെ ഉദ്ഘാടന സമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉദ്ഘാടനവും കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനവുമായ ചേർന്ന് നഗരരൂപം കൊടുത്ത് നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പം നമ്മൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത വേദിയിലേക്ക്. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ജഡ്ജസൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഫുൾ കാലിയായിരുന്നു. അപ്പം നമ്മളവിടെ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന്. പിന്നെ ഫ്രണ്ട്സിൻ്റെ അപ്പുറം ഇരുന്നാൽ പിന്നെ പറയണോ, അതിൻ്റെ വൈബ് വേറെ തന്നെയാണല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ. എൻ്റെ ആദ്യത്തേത് ശാസ്ത്രീയ സംഗീതമായിരുന്നു. അതങ്ങനെ കുഴപ്പമില്ലാണ്ട് പാടാനൊക്കെ പറ്റിയിട്ടാ. പിന്നെ അടുത്തത് കഥകളി സംഗീതമായിരുന്നു. അതും നന്നായിട്ട് പാടാനൊക്കെ പറ്റി. ഇനി എനിക്കുള്ളത് സംസ്കൃത ഗാനാലാപനാണ്. പക്ഷേ അത് ഉച്ചക്കാണ്, കാരണം ഒരുപാട് വൈകിയല്ലോ, തുടങ്ങാൻ തന്നെ വൈകിയല്ലോ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ പോയി. നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മൾ കഞ്ഞിപ്പുരയിലേക്ക്, നമ്മൾ കഞ്ഞിപ്പുര എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഭക്ഷണമൊക്കെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ച് ഇനി അടുത്ത ഗാനാലാപനത്തിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അതും ആ വേദിയിൽ തന്നെയാണ്. അതിനു മുമ്പ് നമ്മുടെ ലളിതഗാനം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും ഞാനില്ല. അപ്പോൾ കുറച്ച് സമയം നമുക്ക് റെസ്റ്റായിരുന്നു. നമ്മളിങ്ങനെ അവിടെയൊക്കെ ഇരുന്നു ഗാനാലാപനമൊക്കെ ഒന്ന് പാടി നോക്കി. അതിനുശേഷം നമ്മളെ പാറൊരു ലളിതഗാനമായിരുന്നു. അതിന് ഫസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഗാനാലാപനത്തിന് വീഡിയോ ഉണ്ടായിട്ടാ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാ. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംഘഗാനം ഉണ്ട്, ഇനി ദേശഭക്തി ഗാനമുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ടെൻഷനൊക്കെ അടിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ സിംഗിൾ ഐറ്റങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സമാധാനമാണല്ലോ. ഇനി ഗ്രൂപ്പാണല്ലോ, അത് നമ്മൾ കൂടെ പാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാൻ കുറച്ചും കൂടി സമയമുണ്ട്. അതിനിടയിൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് പാടി. പിന്നെ ഞങ്ങൾ റിസൾട്ടിന് കണ്ടിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ദേശഭക്തി ഗാനത്തിന് നമ്മൾ മാത്രമേ ഉള്ളത് കൊണ്ട് നമുക്ക് തന്നെ ഫസ്റ്റ്, പിന്നെ വേറെ ആൾക്ക് ഫസ്റ്റ് കൊടുക്കാനാ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങൾ സംസ്കൃത സംഘഗാനത്തിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത് പറയുമ്പോൾ ഒരു സന്തോഷം, അതൊന്ന് വേറെ തന്നെയാണ്. പിന്നെ നമുക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായിട്ടാ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞുള്ള സ്റ്റേറ്റ് പോയ സംഭവമാണ് നമ്മളിവിടെ തകർത്തടിച്ച് പാടിയത്. അപ്പോൾ അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജില്ലയിലും സബ് ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ പാടുമ്പോഴാണ് ഒന്നൊന്നര പേടിയാവുന്ന സംഭവങ്ങളൊക്കെ വരിക. ഇന്നത്തെ എല്ലാ ഐറ്റവും കഴിഞ്ഞതുകൊണ്ടുള്ള ഒരു സമാധാനത്തോടെ ഉള്ള നടത്തം അത് നിർബന്ധമാണ്. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടു. നമുക്ക് കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ആസ്വദിച്ച് എല്ലാം കാണാമല്ലോ. ഇനി കുറച്ച് നമ്മുടെ സ്കൂളിലെ കാഴ്ചകൾ കാണാം.
ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇനി നാളെ ഒരു സംസ്കൃത പദ്യം കൂടി ഉണ്ട്. അപ്പോൾ അതുമാത്രമേ ഇനിയുള്ളൂ നാളെ ആയിട്ട്. അപ്പോൾ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നല്ലൊരു സമാധാനം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. നാളെയുണ്ട് നമുക്ക് കലോത്സവം. അതിൻ്റെ വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.